من الشيطان الرجيم فلما ترى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين. ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, നമ്മെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകത്തിൻ്റെ നിയന്താവും ഏറ്റവും വലിയ ശക്തിയുമായ പടച്ചറപ്പിൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ ഭയാനകമായ പരലോക ലോകത്ത് വിജയം വരിക്കുന്ന സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ പടച്ചറപ്പ് നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഏറെ അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ച ദിവസം, അതോടൊപ്പം മുഹറം മാസത്തിലെ ആഷൂറയിൻ്റെ ദിനം കൂടെ ഒരുമിച്ച് വരികയും പലരും നോമ്പുകാരായി ഇന്നത്തെ ഈ പകൽ സമയത്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരുപാട് ഖുർബാത്തുകളിലായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. നാം എടുക്കുന്ന സൽക്കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നന്മകളും പടച്ചറപ്പ് സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ ഇഖ്ലാസ് അനുസരിച്ചാണ്. അത് പ്രവാചകന്റെ മാതൃകയിൽ ജീവിക്കുമ്പോഴാണ്, അത് സ്വീകരിക്കണമെന്ന മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനയുണ്ടാകുമ്പോഴാണ് ഏത് ചെറുതും വലുതുമായ നന്മകൾ സ്വീകരിക്കപ്പെടുന്നത്. ഏതൊരു പുണ്യദിനവും ഏതൊരു നന്മയുടെ അവസരങ്ങൾ എപ്പോഴെല്ലാം വരുന്നുണ്ടോ അപ്പോഴെല്ലാം പിശാച് അത് നഷ്ടപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അതിന് പൗരോഹിത്യത്തിൻ്റെതായ അകമ്പടിയാണ് കാര്യമായി ഏതൊരവസരത്തിലും കാണാറുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ ഓൺലൈൻ മജ്ലിസുകളിലൂടെ ആഷൂറ മജ്ലിസ് എന്ന പേര് വിളിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ പുണ്യവും മഹത്വവും അറിയാൻ അല്ലെങ്കിൽ ലഭിക്കാൻ കിട്ടാൻ വേണ്ടി സദസ്സുകളിൽ ചെന്ന് അത് ആലോചിച്ച് അതിൻ്റെ കൂടെ ഇരുന്ന് നിൽക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങളെ ചൊല്ലിപ്പിക്കുന്നതും പാടിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ദീനുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. എന്തുകൊണ്ട്? ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് മദീനയിൽ വരെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന മുഹറം 9-ന്റെയും 10-ന്റെയും സവിശേഷതകൾ ഉണ്ട് എന്നല്ല, അതെല്ലാം മറച്ചു വെച്ച് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ചൂഷണങ്ങൾക്ക് വേദിയൊരുക്കുകയാണ് ആഷൂറ മജ്ലിസുകൾ എന്ന പേരിൽ പുരോഹിതന്മാർ, അറിവുള്ളവരെന്ന് പറയുന്ന, ബിരുദമുള്ളവരെന്ന് പറയുന്നവർ പോലും. എന്നിട്ട് ഈ ദിവസത്തിൽ നിങ്ങൾ ആഷൂറ മജ്ലിസിന്റെ ഓൺലൈൻ സദസ്സിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. 100-200 തവണ ചൊല്ലിക്കുന്ന സ്വലാത്ത് ഏതാ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. ഇസ്ലാം പഠിപ്പിക്കാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത, സലഫുകളുടെ മാർഗമല്ലാത്ത, ജീവിതത്തിൽ മഹാരഥന്മാരായ ഉലമാക്കന്മാർ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പോലും പരിചയിച്ചിട്ടില്ലാത്ത ഇത്തരത്തിലുള്ള വാക്കുകളാണ്, സെന്റൻസുകളാണ് ജനങ്ങളെ പഠിപ്പിച്ച് ചൊല്ലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ചൊല്ലാൻ ജനങ്ങൾ സന്നദ്ധരാണ്, സ്വലാത്താണെന്ന് പറഞ്ഞാൽ, പക്ഷേ ചൊല്ലിപ്പിക്കുന്നത് ദീനിൽ ഇല്ലാത്തതാണ്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം, സ്മരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സ്മരിക്കേണ്ടത്? സുബ്ഹാനല്ലാഹ് കൊണ്ടാണോ അൽഹംദുലില്ലാഹ് കൊണ്ടാണോ? അല്ല, ഈ പുരോഹിതന്മാര് പറയാണ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇത് ചൊല്ലാനാ, ഇത് ചൊല്ലിക്കൊണ്ടിരിക്കാനാ പറയുന്നത്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ എന്നൊക്കെ പറഞ്ഞ് ദീൻ പഠിപ്പിക്കാത്ത ദിക്റുകളും വാചകങ്ങളും കൊണ്ടെത്തി പാവപ്പെട്ട ജനങ്ങളോട് 100-200 തവണ ഇത് ചൊല്ലിപ്പിക്കുന്നു. ജനങ്ങൾ അത് ഏറ്റുപാടുന്നു. നിങ്ങൾക്ക് ഈ ആഷൂറ ദിനത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടോ? നിങ്ങൾ 70 തവണ ഈ ആയത്തോതിയാൽ മതി എന്ന് പറഞ്ഞ സൂറത്ത് യാസീനിലെ സുപരിചിതമായ ആയത്താണ് ജനങ്ങളോട് പറയുന്നത്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം.
ആയത്തിന് ഒരു പ്രശ്നമില്ല, ആയത്തിന് മഹത്വല്ലേ, ആയത്തിന് മഹത്വമുണ്ട്, ഖുർആനിൽപ്പെട്ട എല്ലാ ആയത്തിനും ഫضലുണ്ട്. എന്നാൽ അത് ആശൂറായിൽ പ്രയാസം മാറാൻ 70 തവണ ചൊല്ലാൻ ആരാ തീരുമാനിക്കേണ്ടത്, ആരാ പഠിപ്പിക്കേണ്ടത്? വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു മുഹറം 10-ന്, ഏതെങ്കിലും ഒരു 9-ന് ഇത്തരം ഒരു കാര്യം പഠിപ്പിച്ചതായി രേഖകളിലുണ്ടോ? അത് കാണാനില്ല. അതുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ദീന് അനുസരിച്ചായിരിക്കണം നമ്മുടെ സുഹൃതങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തിബാഇന്റെ മാർഗത്തിലായിരിക്കണം നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം മുന്നോട്ട് പോകേണ്ടത്. യഥാർത്ഥ ചരിത്രം വിശദീകരിക്കുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചാൽ, തഫ്സീറുകൾ വായിച്ചാൽ, മുഹറം 10-ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന ചില ഗുണപാഠങ്ങളുണ്ട്. അതെന്താ? അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ ഏറ്റവും വിശിഷ്ടമായ ചരിത്രമാണ്, കൂടുതൽ തവണ ആവർത്തിച്ചു വന്ന ചരിത്രമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, അതിൽ വല്ലാത്ത ഗുണപാഠമുണ്ടാകും. അത് വെറും ഒരു കഥയാകൂല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ച സൂറത്ത് യൂസുഫ് ഇങ്ങനെ പറഞ്ഞ് ആ കഥയെല്ലാം പൂർത്തിയാക്കുമ്പോ 111-ാമത്തെ ആയത്തിലെത്തുമ്പോ പറയാണ്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റതൻ ലിഉലിൽ അൽബാബ്. ഈ കഥയിലൂടെ, ഈ ചരിത്രത്തിലൂടെ നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആളുകൾക്കെല്ലാം ഗുണപാഠമുണ്ട്. വെറുതെ പറഞ്ഞൊരു കഥയല്ല. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെയും കഥ വിശദീകരിച്ച അധ്യായത്തിൽ പറയാണ്, ഈ കഥയിൽ ബുദ്ധിയുള്ളവർക്ക് ഉത്ബോധനമുണ്ട്, ഗുണപാഠമുണ്ട്, ചിന്തിക്കാനുണ്ട്. അതേ സമയത്ത് മുഹറം 10-ന്റെ ആശൂറയുമായി ബന്ധപ്പെട്ട ചരിത്രം വിശദീകരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയാണ്, ഞങ്ങൾ മദീനത്തേക്ക് വന്നപ്പോ നബി തങ്ങൾ മദീനയിൽ എത്തിയപ്പോഴും ഫറഅൽ യഹൂദ തസൂമു യൗമ ആശുറാ, ഈ ദിവസം നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന, മദീനത്തുണ്ടായിരുന്നത് മുനാഫിക്കീങ്ങൾ ഉണ്ടായിരുന്നു, യഹൂദികൾ ഉണ്ടായിരുന്നു, നസ്വാറാക്കൾ ഉണ്ടായിരുന്നു. യഹൂദികൾ വരെ അന്നേ ദിവസം നോമ്പെടുക്കുന്നത് ഞങ്ങൾ കണ്ടു മദീനത്ത്. മഹാദ ചോദിച്ചു, നിങ്ങൾ എന്താ ഇന്ന് നോമ്പെടുക്കുന്നത്? ഖാലു, യഹൂദികൾ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹുൻ, ഇന്നൊരു നല്ല ദിവസമാണ്. എന്താ പ്രത്യേകത? ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം, ബനു ഇസ്രായേലുകാരെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇന്ന്. ഫസാമഹു മൂസ, അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ മൂസാ നബി നോമ്പ് നോറ്റിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും ഇന്ന് നോമ്പ് നോൽക്കുകയാണെന്ന് യഹൂദികൾ പറഞ്ഞപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് നബി പറഞ്ഞു കൊടുക്കുകയാണ്, ഫഅന അഹഖു ബിമൂസാ മിൻകും, എങ്കിൽ മൂസാ നബിയോട് നീതി പാലിക്കുന്നത്, മൂസാ നബിയോട് ഏറ്റവും അടുപ്പമുള്ളത് ഞാനാണ്, ഏറ്റവും അവകാശമുള്ളത് എനിക്കാണ്. ഫസാമഹു, നബിയും ആ ദിവസത്തിൽ നോമ്പെടുത്തു. വഅമറ ബിസിയാമിഹി, മറ്റുള്ളവരോട് നോമ്പെടുക്കാനും പറഞ്ഞു. അപ്പൊ ആ ചരിത്രത്തിന്റെ ഒരു ഭാഗം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമും ഖൗമും ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട അത്ഭുതകരമായ ചരിത്രമുണ്ടായത് ഈ സംഭവവുമായി, ഈ ദിവസങ്ങളുമായി ബന്ധമുണ്ട് എന്നതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഉലമാക്കന്മാര് പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ ഒരൊറ്റ ചരിത്ര സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ഗുണപാഠങ്ങൾ മുസ്ലിമീങ്ങൾ പഠിക്കണം. നമ്മളങ്ങനെ ഒരു കഥയിൽ, ഒരു ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസുകൾ അറിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എനിക്കെന്ത് ഗുണപാഠമാണ് പഠിക്കാനുള്ളത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ ചരിത്രമെല്ലാം വിശദീകരിച്ചിട്ട് അവസാനം ഉലമാക്കന്മാര് പറയുന്നുണ്ട്, ഇതിൽ നിന്ന് ഒരു വിശ്വാസി പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ചര്യകൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കൂല. ആരൊക്കെ എന്തൊക്കെ പ്രയാസങ്ങൾ വരുത്തിയാലും, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രവാചകന്മാരെയും എന്തൊക്കെ ഉപദ്രവങ്ങൾ വരുത്താൻ തീരുമാനിച്ചാലും അവസാനം നാശം അവർക്ക് ശത്രുക്കൾക്കാണ്. വിശ്വാസികളെ രക്ഷപ്പെടുത്താറുണ്ട്, പ്രവാചകന്മാരെ രക്ഷപ്പെടുത്താറുണ്ട്. ഇതാരുടെ ചര്യയാണ്? അള്ളാന്റെ ഒരു സമ്പ്രദായമാണ്. ഇതൊന്നും മാറ്റാൻ ഒരു ഫിർഔനിനും കഴിയൂല എന്ന് പഠിപ്പിച്ചു. സുന്നത്തുല്ലാഹി ഫില്ലദീന ഖലൂ മിൻ ഖബൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീലാ. അള്ളാന്റെ സുന്നത്ത്
അള്ളാന്റെ ശരിയ. ഇതൊന്നും ഒരിക്കലും ഭൂമി ലോകത്ത് മാറ്റം വരുത്താൻ ഒരാൾക്കും കഴിയൂല. രണ്ടാമത് ഗുണപാഠം പഠിക്കേണ്ടത്, ഏത് മഹാനായാലും ഏത് നബിയായാലും ഏത് വലിയായാലും ലോകത്ത് നടക്കുന്ന എല്ലാ അദൃശ്യ കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റുമെന്ന ഒരു വിശ്വാസവും ഇസ്ലാം പഠിപ്പിച്ചില്ല. മൂസാ നബി ഇത്ര വലിയ ശ്രേഷ്ഠത നിറഞ്ഞ പ്രവാചകനാ. ഖുർആനിലെ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ നബിയാണ് മൂസാ നബി. ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മൂസാ നബിക്ക് പോലും അറിയൂലായിരുന്നു. തന്റെ കയ്യിൽ വടിണ്ട്, ആ വടിപ്പെട്ടാൽ പാമ്പാകുന്ന മൂസാ നബിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് മൂസാ നബി പാമ്പ് കണ്ടപ്പോൾ പേടിച്ചത്. എല്ലാ അദൃശ്യ കാര്യങ്ങളും ഔലിയാക്കന്മാർക്കും മഹാന്മാർക്കും നബിമാർക്കും ഒക്കെ അറിയാന്ന് വിചാരിച്ച് അവരോട് പ്രാർത്ഥിച്ച് അവരോട് സങ്കടം പറയുന്ന ആൾക്കാർ പഠിക്കണം. കടലിന്റെ മുമ്പിലെത്തി, ചെങ്കടലിന്റെ മുമ്പിലെത്തി, ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു യാതൊരു പിടുത്തം കിട്ടാതെ നിൽക്കുക. പിന്നിൽ ഫിറഔനും സൈന്യവും വന്ന് പിടിക്കാൻ നിൽക്കുക. എന്തു ചെയ്യണമെന്നറിയില്ല. കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ പറയുന്നുണ്ട്, മൂസ നമ്മളെ പിടിക്കപ്പെടൂട്ടോ, നമ്മൾ കൊല്ലപ്പെടൂട്ടോ, നമ്മൾ എന്തായിരുന്നാലും പെട്ടുപോയിട്ടോ എന്നൊക്കെയുള്ള വാക്ക് ഇങ്ങനെ അവർ പറയുന്നുണ്ട്. ഈ രണ്ട് സംഘത്തിന്റെയും ഇടയിൽ ചെന്ന് പെടുന്ന സമയത്ത് മൂസാ നബിന്റെ അനുയായികൾ പറയാണ്, ഇന്നാലമുദ്റകൂൻ, നമ്മളിപ്പോ പിടിക്കും. പിന്നിൽ അവരുണ്ട്, മുന്നിൽ കടലാണ്. ഖാലാ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കല്ലാ, നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, തീർച്ചയായും എന്റെ റബ്ബിന്റെ കൂടെയുണ്ട്. എന്തെങ്കിലും ഒരു മാർഗം അവൻ കാണിച്ചു തരും. എന്തായിരിക്കും മൂസാ നബിക്ക് പോലും അറിയില്ല. പക്ഷേ അടുത്ത വഹി വന്നു, താങ്കൾ ആ കടലിൽ അടിക്കുക. അപ്പോഴാണ് അതിന്റെ അത്ഭുതം അറിയുന്നത്. അപ്പോൾ അത് രണ്ടായി പിളർന്ന സംഭവിക്കേണ്ടത് പിന്നീടാണ്. അപ്പൊ തൊട്ടടുത്ത നിമിഷത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന അദൃശ്യ കാര്യങ്ങൾ ഒരു പ്രവാചകന് പോലും അല്ലാഹു തആല അറിയിച്ചു കൊടുത്താലല്ലാതെ അറിയൂല എന്ന് ഈ ചരിത്രം പഠിപ്പിക്കണം. അതോടൊപ്പം മൂന്നാമത്തേത്, അല്ലാഹു തആല സാധാരണയിൽ കവിഞ്ഞ സഹായങ്ങൾ വിശ്വാസികൾക്ക്, പ്രവാചകന്മാർക്ക് കൊടുക്കും. ഒരു കടലും ഇന്ന് വരെ രണ്ടായി പിളർന്ന് രക്ഷപ്പെട്ടിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാന്റെ സഹായം കിട്ടിയാൽ അത്ഭുതങ്ങൾ നടക്കും. തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ഒരു മനുഷ്യനും പൊള്ളലേൽക്കാതെ പുറത്തു കിടക്കലില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുറത്തു കിടന്നിട്ടുണ്ട്. ഗുഹന്റെ ഉള്ളിൽ 309 കൊല്ലം കടന്ന് ആരെങ്കിലും രക്ഷപ്പെടാറുണ്ടോ? പക്ഷെ ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങിയ 309 കൊല്ലം കിടന്നുറക്കിയ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്ന അവർ രക്ഷപ്പെട്ട് പുറത്തു കടന്നിട്ടുണ്ട്. അള്ളാന്റെ സഹായം കിട്ടിയാൽ ലോകത്ത് അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ വിചാരിക്കുന്ന നമ്മുടെ ഭൗതികമായ സബബിന്റെ കാരണങ്ങൾ അപ്പുറത്ത് ലോകത്ത് സംഭവിക്കുമെന്നതിന്റെ തെളിവാണ് ഒരു വലിയ സമുദ്രം രണ്ടായി പിളരുകയാണ്. വലഖദ് ഔഹൈനാ ഇലാ മൂസ, മൂസാ നബിക്ക് വഹി കൊടുക്കുകയാണ്. അനസ്രി ബിഇബാദി, എന്റെ അടിമകളെയും കൊണ്ട് അവിടുന്ന് സഞ്ചരിക്കുക, യാത്ര പോകുക, അവിടുന്ന് രക്ഷപ്പെടണം. ഫദുരിബു ലഹും ത്വരീഖൻ ഫിൽ ബഹരി യബസൻ ലാ തഖാഫു ദറകം വലാ തഖ്ഷാ, എന്നിട്ട് ആ സമുദ്രത്തിൽ അടിക്കണം. അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഫിൽ ബഹരി, കടലിൽ, യബസൻ, ഉണങ്ങിയ ഒരു വഴി നിങ്ങൾക്കുണ്ടാക്കി തരും. കടലിന്റെ നടുവില് ഒരു ഉണങ്ങിയ വഴി എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നല്ലത് ഉണ്ടാക്കി തരും പടച്ചോൻ. ലാ തഖാഫു ദറകം വലാ തഖ്ഷാ, ഒരു പേടിയും പേടിക്കാതെ നിങ്ങൾക്കതിന്റെ മറുഭാഗം കടക്കാം. ഭയപ്പാടില്ലാതെ ആ വഴിയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാം. അള്ളാന്റെ സഹായം കിട്ടിയാൽ അത്ഭുതകരമായ പലതും സംഭവിക്കുമെന്നതിന്റെ തെളിവാണത്. വിശ്വാസികളെ സഹായിക്കാൻ അള്ളാഹുവിന്റെ ബാധ്യതയായി അള്ളാഹ് ഏറ്റെടുത്ത കാര്യമാണ്. പഠിക്കേണ്ട നാലാമത്തെ ഗുണപാഠം, അള്ളാഹു നമ്മളെ സഹായിക്കും. എപ്പോ? യഥാർത്ഥ വിശ്വാസം ഈമാനുള്ളവരായി മാറണം. ഫിറഔനിൽ കുറെ ആൾക്കാർ വിശ്വസിച്ചല്ലോ, കുറെ ആൾക്കാർ പേടിച്ചു കൂടെ തന്നെ നിന്നല്ലോ. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞപ്പോ കുറെ ആൾക്കാർ എതിർത്തല്ലോ, കുറെ ആളുകൾ മിണ്ടാതെ നിന്നല്ലോ. ഇതാണ് വ്യത്യാസം. ഈമാനുള്ളവരെ, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹ് അവരെ സഹായിക്കും. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹ് നമ്മളെ സഹായിക്കുമെന്ന ഗുണപാഠം ഇവിടെയുണ്ട്.
ഇത് ലോകത്തെ എല്ലാ പ്രവാചകന്മാരുടെ ചരിത്രത്തിലുണ്ട്. സുമ്മ നുനജ്ജി റുസുലനാ, നമ്മുടെ പ്രവാചകന്മാരെ നാം രക്ഷപ്പെടുത്തും. വല്ലദീന ആമനു, അവരിൽ വിശ്വസിക്കുന്നവരെയും രക്ഷപ്പെടുത്തും. കദാലിക ഹഖൻ അലൈനാ, അത് നമ്മുടെ മേൽ ബാധ്യതയാണ്. നുൻജിൽ മുഅ്മിനീൻ, യഥാർത്ഥ വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തും. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല്, അതിൽ 80ഓളം വരുന്ന വിശ്വാസികളുണ്ടെന്ന് പറയുന്നുണ്ട് ചരിത്രം. അവിടെ നിന്ന് എത്ര വലിയ പ്രളയം ഉണ്ടായി, നാട് മൊത്തം നശിച്ചു. വിശ്വാസികൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ചരിത്രത്തെ നമ്മൾ പഠിപ്പിക്കണം. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്. പടച്ചോന്റെ സഹായം നമുക്കുണ്ടാകും. നമ്മുടെ ഈമാൻ ശരിപ്പെടുത്തലാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. അന്ധവിശ്വാസങ്ങൾ മുഴുവൻ വലിച്ചെറിയണം. കാപട്യത്തിൻ്റെതെല്ലാം നമ്മൾ എടുത്തൊഴിവാക്കണം. നമ്മുടെ ഈമാനിനെ നശിപ്പിക്കുന്ന വിനോദങ്ങൾ, സംഗീതങ്ങൾ, ലഹരികൾ, മറ്റ് എന്തെല്ലാം നെറികേടുകൾ നമ്മുടെ ഈമാൻ നശിപ്പിക്കുന്നുണ്ടോ അതൊക്കെ തീർത്ത് വലിച്ചെറിഞ്ഞിട്ട് ഈമാൻ സുരക്ഷിതരാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ പടച്ചോ നമ്മളെ സഹായിക്കും. പരീക്ഷണങ്ങൾ പലതും വരും ഈമാൻ സ്വീകരിച്ചാൽ, പക്ഷെ പിന്നീട് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. ഫിർഔനിൽ വിശ്വസിച്ച പല ആളുകൾക്കും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായി. പക്ഷേ പിന്നീട് അവർക്ക് ഒരുപാട് ബറക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരുപാട് അവസരങ്ങളാണ് അവരുടെ മുമ്പിൽ അല്ലാഹു തആല തുറന്നു കൊടുത്തത്. അതോടൊപ്പം 6ാമത്തെ ഗുണപാഠം ഉലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ വിധി മറികടക്കാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. അതിന്റെ ഉദാഹരണം എന്താ അറിയോ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കുന്ന കാലത്ത് ഇസ്രായേൽ വംശജരായ കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുന്ന തീരുമാനമുള്ള നാട്ടിലാണ്. പക്ഷെ മൂസാ നബി അലൈഹിസ്സലാമിനെ ജീവിക്കണം എന്നത് അള്ളാഹിന്റെ തീരുമാനം. ജീവിക്കുന്നത് എവിടെയാണ്? ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലാണ്. വളർത്തുന്നത് ആരാണ്? ഫിർഔനും കൊട്ടാരത്തിലെ ജീവനക്കാരുമാണ്. അള്ളാഹുവിന്റെ ഒരു വിധി ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മളൊക്കെ നമ്മളെ പഠിപ്പിക്കേണ്ടതാണ്. നമ്മൾ പല രാജ്യങ്ങളെയും പല ഭരണാധികാരികളെയും ഒക്കെ അവരൊക്കെയാണ് വലിയ ആൾക്കാരെന്ന് പറയും. അള്ളാന്റെ വിധിയെ മറികടക്കാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ ബോധം നമുക്കുണ്ടാവണം. വനുമക്കിന ലഹും ഫിൽ അർളി വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ. ഫിർഔനെ ഒന്ന് പഠിപ്പിക്കണം, ഹാമാനെ ഒന്ന് പഠിപ്പിക്കണം. അവർ വിചാരിക്കുന്ന പോലെ എല്ലാ ലോകത്ത് നടക്കുന്നത് എന്ന് അവരെ ഒന്ന് പഠിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു. എത്ര വലിയ അധികാരമുള്ളവനും എന്തൊക്കെ വലിയ കഴിവുള്ളവനാണെങ്കിലും അള്ളാന്റെ മേലെയല്ല എന്ന് ഈ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. 7ാമത്തെ ഗുണപാഠം ഞാനും നിങ്ങളും, അവസാനത്തതാണ് ഞാൻ പറയുന്നതെങ്കിലും ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ടതായി ഉറക്കണം. മരണസമയത്ത് കരഞ്ഞിട്ട് കാര്യമില്ല, മരണസമയത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല, മരണസമയത്ത് തൗബ ചെയ്തിട്ട് കാര്യമില്ല. അതിന്റെ തെളിവാണ് ഫിർഔൻ വെള്ളത്തിൽ അകപ്പെട്ടു സമുദ്രത്തിന്റെ ഉള്ളിൽ. രംഗം വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വായിക്കുന്നവർക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണിച്ചു കൊടുക്കും. വെള്ളത്തിൽ അങ്ങനെ മുങ്ങിത്താഴ്ന്നു കൊണ്ടിരിക്കുകയാണ് ഫിർഔൻ. ഖാല, അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആമൻതു, ഞാനിതാ ഈമാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇത്രയും കാലം പറഞ്ഞതൊക്കെ അന്ന് മാറ്റി പറഞ്ഞു. ആമൻതു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്. ബനു ഇസ്രായേലുകാർ വിശ്വസിച്ച അതേ പടച്ചോനെ ഞാൻ വിശ്വസിക്കാം, എന്നൊന്ന് രക്ഷപ്പെടുത്താമോ? മരണം തൊണ്ടക്കുഴിയിലെത്തി. ഇനി മരണമല്ലാതെ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോ ഫിർഔൻ പറഞ്ഞു, ഞാൻ മുഅ്മിനാണ്. അള്ളാന്റെ മറുപടി എന്താ അറിയോ? അൽആൻ, ഇപ്പോഴാണോ നിനക്കത് തോന്നിയത്? നമ്മളെ ജീവിതത്തിന്റെ എല്ലാ തമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും നെറുകേടൊക്കെ ചെയ്തിട്ട് അവസാനം ഒരു രോഗശയ്യയിൽ കടന്ന് ഏതൊരു മാരകമായ രോഗത്തിനടിപ്പെട്ട് അന്ന് വൈകുന്നേരത്തെ നമുക്ക് ഇങ്ങനെ തോന്നിയാലേ ഈ വാക്കൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പോഴാണോ? ഇതൊക്കെ പഠിക്കാൻ എത്ര ഉപദേശങ്ങൾ കിട്ടി.
നന്നാകാൻ എത്രയെത്ര അവസരങ്ങൾ തന്നു, ചിന്തിക്കാൻ എത്രയെത്ര മേഖലകൾ തുറന്നു തന്നു. അന്നൊന്നും മനസ്സിലായില്ലേ എന്നാണ് ചോദ്യം. ഇപ്പോഴാണോ ഫിറഔനെ നിനക്കത് തോന്നിയത്? വഖദ് അസൈത ഖബ്ലു, മുമ്പെല്ലാം നിന്നോട് പറയുമ്പോ നീ ധിക്കരിക്കുകയല്ലായിരുന്നോ? വകുന്ത മിനൽ മുഫ്സിദീൻ, അന്ന് നീ മുസ്ലിം അല്ല, നീ മുഫ്സിദായിരുന്നല്ലോ, ഭയങ്കര ഫസാദ് ഉണ്ടാക്കണായിരുന്നല്ലോ. ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിന്നിൽ വരാനിരിക്കുന്നവർക്കൊരു ദൃഷ്ടാന്തമായി നിന്റെ ഡെഡ് ബോഡി ലോകത്തു ഞാൻ മാറ്റിവെക്കും. എന്നാല് അതൊരു പാഠമായി ലോകത്ത് ഈ ചരിത്രം ഇതിന്റെ മുമ്പിൽ തുറന്നിട്ട് വെക്കുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ഫിർഔനെ രക്ഷപ്പെടുത്തില്ല. ആ സമയത്തുള്ള ഈമാൻ പ്രഖ്യാപനം കൊണ്ടൊന്നും വരാൻ പോകുന്ന ശിക്ഷ വരുന്നതിന്റെ മുമ്പായിരിക്കണം. മറ്റൊന്ന്, പ്രതിസന്ധികൾ പലതും ഈ ചരിത്രം പഠിപ്പിക്കുന്നു. ധാരാളം പ്രതിസന്ധികൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ബനൂ ഇസ്രായേലുകാരുടെയും ജീവിതത്തിൽ വന്നു. ആ പ്രതിസന്ധികളിലെല്ലാം തന്നെ അല്ലാഹു തആല അവർക്ക് ചില പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. ഏലസല്ല, ചരടല്ല, മക്ബറകളല്ല, ഏതെങ്കിലും ആരെങ്കിലും തുപ്പിയ വെള്ളമല്ല, കൂടോത്രമല്ല, ജ്യോതിഷമല്ല. പ്രതിസന്ധികൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. മൂസാ നബിക്കും സഹോദരനും നാം വഹി കൊടുത്തു. നിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് അപ്പുറം കടന്ന് സുരക്ഷിതരായില്ലേ? മിസ്റിന്റെ പരിസരങ്ങളിൽ വീടുകൾ സുരക്ഷിതമാക്കുക. വജഅലൂ ബുയൂതകും ഖിബ്ല, നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖിബ്ലയാക്കിയിട്ട് വാഖീമുസ്സലാ, വീടുകളിൽ നിസ്കാരം നിർവഹിക്കുക. വബശ്ശിരിൽ മുഅ്മിനീൻ, അങ്ങനെ സന്തോഷ വാർത്തയാണ് മുഅ്മിനീങ്ങൾക്ക് പറയാനുള്ളത്, കൊടുക്കാനുള്ളത്. അപ്പോ പ്രതിസന്ധികളുടെ എന്താ പരിഹാരം? എന്താ? അള്ളാഹുവിലേക്ക് മടങ്ങുക, നിസ്കാരം ശരിപ്പെടുത്തുക. സുഹൃത്തുക്കളെ, ഒന്ന് ആലോചിച്ചൊക്കെ, നിങ്ങൾ സക്കാത്തിൽ ഇളവ് പറഞ്ഞു, ഹജ്ജിന്റെ കാര്യത്തിൽ ഇളവ് പറഞ്ഞു, നോമ്പിന്റെ കാര്യത്തിൽ ഇളവ് പറഞ്ഞു, നിസ്കാരം ഒഴിവാക്കാൻ എന്തെങ്കിലും ഇളവ് പറഞ്ഞിട്ടുണ്ടോ? ഒരു വഴിയില്ല. സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്തയാണ് പറയാൻ പറഞ്ഞത്. അതുകൊണ്ട് വിശ്വാസികളെ, പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോ മങ്കൂസ് മൗലീദും ഷറഫലനാമൊന്നുമല്ല, അള്ളാഹുവിന്റെ ഖുർആനിലേക്ക്, ആരാധനകളിലേക്ക്, നമസ്കാരത്തിലേക്ക് നമ്മൾ വരിക. കൃത്യമായ നമസ്കാരം നിലനിർത്തുക. ഐക്യത്തോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് നമ്മളെല്ലാം തിരിയുക. ഭൗതികമായ ആഡംബരങ്ങളോ അധികാരമോ ഭൂമിയിൽ യാതൊരു ശാശ്വതത്വവും നൽകില്ല. അള്ളാഹുവിലേക്കുള്ള സൽക്കർമ്മങ്ങളാണ് നമുക്ക് ബാക്കിയാവുക. അള്ളാഹുവിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്. ഏത് നല്ലാത്ത പ്രതിസന്ധികൾ മുമ്പിലും നമ്മെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള ഒരു പടച്ചോന്റെ അടിമയാണ് ഞാനെന്ന ബോധ്യത്തോടെ ജീവിക്കുക. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെടുക, അനുസരിക്കാൻ സന്നദ്ധരാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിന്റെ ഗുണപാഠങ്ങൾ സ്വീകരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വതു വൽ അഖവാതു ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു ജീവിക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി അന്താരാഷ്ട്ര തലത്തിൽ ആചരിച്ചുകൊണ്ടിരിക്കാം. ലോകത്ത് ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങളെല്ലാം മനുഷ്യൻ്റെ ആരോഗ്യത്തെയും അവൻ്റെ ബുദ്ധിയെയും സമൂഹത്തെയും കുടുംബത്തെയും ഒക്കെ സുരക്ഷിതരാക്കാൻ വേണ്ടിയാണ്. ഒരു വേള ഈ ലഹരിയിൽ നിന്ന് മനുഷ്യരൊന്ന് തിരിച്ചു വരാൻ മടങ്ങി വരാൻ കളികളും വിനോദങ്ങളും ഒക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്ന് കളികളും വിനോദങ്ങളും ഒരു ലഹരിയായി മാറിയും പിന്നീട് അത് അപകടകരമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഫിഫയുടെ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫിഫക്ക് കോടികളുടെ ലാഭമുണ്ട്.
നമ്മുടെ നാട്ടുകാർക്ക് ഫ്ലക്സിന്റെ പൈസയും നാട്ടിൽ ബെറ്റുവെച്ചതിന്റെ പണവും ഉറക്കമൊഴിച്ചതിന്റെ ഉറക്കവും നിസ്കാരം കളഞ്ഞതിന്റെ നിസ്കാരത്തിന്റെ ഉത്തരവാദിത്വങ്ങളും എല്ലാം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഇത് മാറുന്നുണ്ടോ എന്ന് ഭയപ്പാടോടെയാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തിനേറെ ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ പെൺകുട്ടികൾ വരെ ജേഴ്സി ഇട്ട് തുള്ളി ചാടിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് ഞാനും നിങ്ങളുമൊക്കെ ആലോചിക്കേണ്ടത്. കളികളും വിനോദങ്ങൾക്കും ഇസ്ലാം ഒരു പരിധി വെച്ചിട്ടുണ്ട്. ആ പരിധിയുടെ അപ്പുറം കടക്കുന്നതിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരാൾ പന്ത് കളിക്കുന്നത് കുറ്റകരമാണോ? ഹറാമല്ല. പന്ത് കളി കാണുന്നത് ഹറാമാണോ? ഹറാമല്ല. പിന്നെന്താണുള്ളത്? അനുവദനീയമാണ്. എന്താണ് അനുവദനീയം എന്ന് പറയുമ്പോൾ ഉണ്ടാവേണ്ടത്? വെറും ഒരു അനുവദനീയമാണ്. എന്നാൽ അതിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് അതിന് വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ ദീനിനേക്കാൾ പ്രധാനം പന്ത് കളിയാകരുത്. നിസ്കാരത്തേക്കാൾ പ്രധാനമായി പന്ത് കളി മാറരുത്. 3:30 മണിക്ക് നീച്ച ആൾക്കാർ കളി കാണാൻ വരുന്നുണ്ട്. അതേ ആൾക്കാർ പള്ളി അപ്പൊ കളി കഴിഞ്ഞിട്ട് പോലും പള്ളിക്ക് വന്നില്ല. 5 മണിക്ക് കളി കഴിഞ്ഞാലും പള്ളിയിലില്ല. അവന്റെ ബാക്കി കപ്പ് കൊടുക്കുന്നതും ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ് 4 വർത്താനൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോകാനാണ് ഉസാറ്. നിസ്കാരം എന്ന് വേറെ ചിന്തിക്കാം. വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറാണ്. മുഴുവൻ സമയം ഇതിനായി ജനങ്ങൾ മാറ്റിവെക്കുകയാണ്. സ്വന്തം ബാധ്യതകളും കച്ചവടവും തൻ്റെതായ ഉത്തരവാദിത്തങ്ങളും പഠനവും ഉമ്മയോടും ഉപ്പയോടും കുടുംബത്തോടുമുള്ള ബാധ്യതകളുമൊക്കെ വിസ്മരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞല്ലോ, വമിനന്നാസി മയശ്തരീ ലഹുവൽ ഹദീസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങും. അള്ളാഹുവിൽ നിന്ന് വഴിതെറ്റിക്കാൻ, അള്ളാന്റെ മാർഗത്തു നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖതാദ റഹ്മഹുള്ള പറയുന്നുണ്ട്, ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞ യാതൊരു ഉപകാരവും യാതൊരു ഉപദ്രവവും ഇല്ലാത്തതായ കുറെ കാര്യങ്ങൾ നാട്ടിൽ വ്യാപിക്കലാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപരമായ നമ്മുടെ ദൗത്യങ്ങൾ വിസ്മരിച്ചുകൊണ്ടാവരുത് നമ്മുടെ കളിയും വിനോദങ്ങളും എന്നാലോചിക്കുക. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്റെ ശരീരവും എന്റെ സൗന്ദര്യവും എന്റെ ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന യാതൊന്നും നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കരുത്. കാരണം വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറഞ്ഞത് എന്താ? റിജ്സും മിൻ അമലി ശൈത്താൻ. ചങ്ങായിമാര് പലതും പറയും, നാട്ടുകാർ പലതും പറയും. സിനിമാ നടന്മാരും സിനിമയിലെ കഥാപാത്രങ്ങളും നമ്മളെ കൊണ്ട് പലതും വലിപ്പിക്കാനും കുടിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അള്ളാന്റെ ഖുർആൻ പറയാണ്, റിജ്സും മിൻ അമലി ശൈത്താൻ. അതെല്ലാം പിശാചിന്റെ മ്ലേച്ഛതകളാണ്, യാതൊരു ഗുണവും അതിലില്ല. നമ്മുടെ ഹബീബായി നമ്മളെ ഏറെ സ്നേഹിക്കുന്ന നബി തങ്ങൾ പറയാണ്, കുല്ലു മുസ്കിരിൻ ഖംറുൻ. ലഹരി ഉണ്ടാക്കുന്നതൊക്കെ മദ്യം തന്നെയാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും ഹറാമാണ്. ചുണ്ടിന്റെ അടിയിൽ വെക്കുന്നത് ഹറാം തന്നെയാണ് ആൻസ്. നീ പുകച്ചുവിടുന്ന കാജാബീഡി മുതൽ മേലേക്ക് എത്ര പൈസ കൊടുത്ത് നീ വിളിക്കുന്നുണ്ടോ? എത്ര ചെറിയ ചെറിയ പയ്യന്മാര് വന്ന് പരസ്യമായി സിഗരറ്റ് മേടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ രംഗം നമ്മൾ ആലോചിക്കും. നമ്മൾ ഏത് തലമുറയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ലഹരി ഉണ്ടാക്കുന്ന കുറച്ചാണെങ്കിലും കൂടുതലായാലും ഹറാമാണ്. എന്താ സിഗരറ്റ് വലിക്കുന്നത്? അത് ലഹരി കുറവല്ലേ? അല്ല. എന്തിന് നമ്മൾ മദ്യത്തെയും MDMA എതിർക്കണം? എന്തുകൊണ്ടാണ്? കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ലഹരി ഉണ്ടോ? മുഴുവൻ നമുക്ക് പറ്റാത്തതാണ്. മദ്യം എന്നത് സകല തിന്മകളുടെയും മാതാവാണ്. എല്ലാം പെടും. പിന്നെ അതിൽ കൊലപാതകം പെടും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തെറി തുടങ്ങും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചോദിനാട്ടത് എന്തിലേക്കും അത് കേറിപ്പോകാനുണ്ട്. മൻശരിബൽ ഖംറ, ഒരാൾ മദ്യപിച്ചാൽ ലം തുഖബൽ ലഹു സ്വലാത 40 സ്വബാഹ, 40 ദിവസത്തെ നിസ്കാരം പോലും അല്ലാഹു അവന്റെ സ്വീകരിക്കൂല. അത്രക്ക് പ്രശ്നമുണ്ട് അതിന്. ഇതുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, നമ്മൾ ഈമാനുള്ളവരായി മാറും. ലഹരിയിൽ നിന്ന് മാറാൻ എന്താണ് വഴി? ഈമാൻ ഉണ്ടാക്കിയെടുക്കൽ. മരുന്ന് കൊണ്ട് പകുതിയാണ് പരിഹാരം, നിയമം കൊണ്ട് പകുതിയാണ് പരിഹാരം. അതുകൊണ്ടാണ് മക്കയിലുണ്ടായിരുന്ന ജാഹിലീങ്ങളെ മാറ്റിയെടുത്തത് ഈമാൻ കൊണ്ടാണ്. പടച്ചോനെ പേടിപ്പിച്ചുകൊണ്ടാണ്, പടച്ച റബ്ബിന്റെ നിരീക്ഷണം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ്. മദീനയിൽ ഉമർ ഖത്താബ് തങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് പാലിൽ വെള്ളം ചേർക്കാത്തൊരു പെൺകുട്ടിന്റെ കഥ പറയുന്നുണ്ട്.
എന്തുകൊണ്ടാ മോളെ പാലിൽ വെള്ളം ചേർക്കാത്തത്? ഉമർ കിടന്നുറങ്ങല്ലേ? ആ കുട്ടി പറയുന്നുണ്ട്, ഉറങ്ങാത്തൊരു പടച്ചോനുണ്ട്. ഉമറിനെ പേടിച്ചാൽ കുറെ കാലം പോകാൻ പറ്റുള്ളൂ, അള്ളാനെ പേടിച്ചുകൊണ്ടാണ് ഞാൻ ഇത് വേണ്ട എന്ന് പറയുന്നത്. ഈ ഈമാനിലേക്ക് ഒരു സമൂഹം മാറുക എന്നതാണ് എല്ലാത്തിനുമുള്ള പരിഹാരം. വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ഇവിടെ ഇന്നൊരുപാട് വിദ്യാർത്ഥികളിൽ നിന്ന് അവധി ദിവസമായതുകൊണ്ട് വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ക്യാമ്പസിൽ, നമ്മുടെ സ്കൂൾ, നമ്മുടെ പരിസരങ്ങളിൽ വിലസിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ വ്യത്യസ്തങ്ങളായ വഴികളെ കുറിച്ച് നമ്മൾ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇക്കഴിഞ്ഞ ദിവസം സർക്കാർ കണക്കുകൾ പുറത്തുവിട്ടപ്പോ വിമുക്തി എന്ന ഡി അഡിക്ഷൻ സെന്റർ സർക്കാരിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുക. അവര് പറയുന്നുണ്ട് 2021 കേവലം 681 വിദ്യാർത്ഥികളായിരുന്നു ഞങ്ങളുടെ അടുക്കൽ ചികിത്സക്ക് വന്നതെങ്കിൽ വെറും 5 കൊല്ലം കൊണ്ട് 10 ഇരട്ടിയായി വിദ്യാർത്ഥികൾ അധികരിച്ചു. കണക്കുകൾ പറയാണ് 2024 2880 വിദ്യാർത്ഥികൾ ചികിത്സക്ക് വന്നു. സർക്കാരിന്റെ കീഴിൽ മാത്രം. പ്രൈവറ്റ് കൗൺസിലിംഗ് സെന്ററുകളിൽ വന്ന കണക്ക് പറയുന്നുണ്ട് 10,000 മേലെ കടന്നു പോയിട്ടുണ്ട്. കുട്ടികൾ മാത്രം, വിദ്യാർത്ഥികൾ മാത്രം. 18 വയസ്സിന് താഴെ ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആൾക്കാരുടെ എണ്ണം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? 2018 169 കേസ് എണ്ണുള്ളൂ. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന 2024 കഴിഞ്ഞപ്പോ 1510-ലേറെ മയക്കുമരുന്ന് കേസിൽ 18 തികയാത്ത വിദ്യാർത്ഥികൾ പിടിക്കപ്പെട്ടിരിക്കുക. ഉപയോഗിക്കുക മാത്രല്ല, വിറ്റുകൊണ്ടിരിക്കുകയാണ്. പുകവലിക്കുന്ന, സിഗരറ്റ് വലിക്കുന്ന ഓരോ മനുഷ്യരും ചിന്തിക്കും, നമ്മൾ നമ്മുടെ ഭാര്യനോട് ചെയ്യുന്ന ക്രൂരത എത്ര വലുതാണ്. ആ ചുണ്ടുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ചുംബിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പേരക്കുട്ടിയോട്, ചെറിയ വീട്ടിൽ വളരുന്ന മക്കളോട് പോലും ചെയ്യുന്നത് നെഞ്ചു തകർക്കുന്ന ക്രൂരതയാണ്. സിഗരറ്റ് വലിക്കാരൻ വിചാരിക്കുന്നുണ്ടോ ഞാൻ ചെറുതാണ് ചെയ്യുന്നത് എന്ന്? നിങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ലേഖനങ്ങൾ വായിച്ചു നോക്ക്. വായയിലും തൊണ്ടയിലും ശ്വാസകോശത്തിലും ക്യാൻസർ വരുത്തുമെന്ന് ഗ്യാരണ്ടി പറഞ്ഞ സാധനമാണ് പുകവലി. ഇനി വേറെ ആയത്തോ ദിവസം വേണോ? മാത്രമല്ല, മനുഷ്യന്റെ ശ്വാസത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു, ബ്രോങ്കൈറ്റിസ് ബാധിക്കുന്നു, അതുപോലെ തന്നെ ക്യാൻസർ സാധ്യത അധികരിക്കുന്നു, അറ്റാക്കിന് സാധ്യത അധികരിക്കുന്നു, അൽഷിമേഴ്സ് എന്ന ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു, സൈനസൈറ്റിസും ന്യൂമോണിയക്കും വ്യാപകമായ കാരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരീരവും സൗന്ദര്യവും നഷ്ടപ്പെടുത്തുന്ന ഈ പുകവലി എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങാടിയിലും വീടുകളിലും കടകളിലും പരസ്യമായി ഇരുന്ന് വലിച്ചു നടക്കുന്ന മനുഷ്യരെ നീ ലഹരിയാണ് ഉപയോഗിക്കുന്നത്. നിനക്ക് അധികാരമല്ല ബാക്കിയുള്ളവന്റെ നേരെ MDMA-കാരനെ കുറ്റം പറയാൻ. കടയിൽ, നമ്മുടെ ചക്കരക്കല്ലിലും കണ്ണൂരും പരിസരത്തും കടകളിൽ വിറ്റുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഈ നാട്ടിൽ ക്യാൻസർ പരത്തുന്ന മഹാക്രൂരനാണ്. മുഖത്തോക്കി പറയണം. ഞാൻ മാത്രമല്ല, നിങ്ങൾ പറയണം. നിങ്ങൾ ഈ നാട്ടിലെ ക്യാൻസർ പരത്തുന്ന വ്യാപാരിയാണ്. നിങ്ങളുടെ കച്ചവടം നയാ പൈസ ഹലാലല്ല. എത്ര അരി വിറ്റാലും, എത്ര എന്ത് ജ്യൂസ് വിറ്റാലും ഈ സാധനം നിന്റെ കടയിൽ വെച്ചിട്ടുണ്ടോ, നിന്റെ കച്ചവടം ഹലാലാവില്ല. ഇത് പറയാൻ ഇന്ന് മടിക്കുന്നിടത്താണ് ഞാനും നിങ്ങളുമൊക്കെ തോറ്റുപോയതെങ്കിൽ നമ്മളൊക്കെ അള്ളാന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. പടച്ച റബ്ബ് തിന്മകൾ കാണുന്നൊരു നാട്ടിൽ പറഞ്ഞ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താണെന്നറിയോ? കൈകൊണ്ട് പറ്റണോ തടുക്കാൻ പറ്റണോ കൈകൊണ്ട്, നാവ് കൊണ്ട് പറ്റുന്നോ നാവ് കൊണ്ട്. തന്നെ കഴിയുന്നത് പോലെ തിന്മകൾക്കെതിരെയുള്ള ഒരു ഗർജനം ആവശ്യമാണ് ഈ കാലം എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ സാമൂഹിക ശർറുകളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന്, ഫിത്നകളിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുരക്ഷിതമായ, ആരോഗ്യമുള്ള, ഭദ്രമായ ഒരു അവസ്ഥയുള്ള ഒരു നാടാക്കി നമ്മുടെ നാടിനെ അല്ലാഹു തആല മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടന്നു പോകുന്നതിൽ വലിയ സഹായം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ട്. ഇനിയും ആരെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ ഒരു ഭവനമായ ഭവനത്തിലേക്ക്, പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങളിലേക്ക് അകമഴിഞ്ഞ് ഉദാരമായി സന്മനസ്സോടെ സഹായിക്കാനും സ്വതക്ക ചെയ്യുന്ന, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയും ആശൂറയുടെ നോമ്പുകാരനായുള്ള സ്വതക്കയുമൊക്കെ ഉൾപ്പെടുത്തി പള്ളിയെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട പല സഹോദരങ്ങളും നമ്മുടെ പ്രബോധന മേഖലയിലും പ്രാസ്ഥാനിക രംഗത്തുമൊക്കെയുള്ള പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു
അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ പല സഹോദരങ്ങളുടെയും കുടുംബങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹു ആ കുടുംബത്തിലെല്ലാം ആ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ എല്ലാം മരണം ഈമാനുള്ള മരണമാക്കി മാറ്റണമേ റഹ്മാനെ. എല്ലാവിധ ശർറുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. കടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സുരക്ഷ നൽകണമേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ വഖിയാമനാ വതിലാവത്തുൽ ഖുർആനിനാ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.